പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തരുന്ന ഒരു കാര്യമുണ്ട്, സാമ്പത്തിക മേഖല. സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ സമ്പത്ത് കൈകാര്യം ചെയ്യണം, ആ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്വത്തിന്റെ ഉടമസ്ഥനിലേക്ക് തന്നെ അത് മാറുകയാണ്. അതാരാണ് സ്വത്തിന്റെ ഉടമസ്ഥൻ? അള്ളാഹുവാണ്. അള്ളാഹു തന്നെയാണ് അവന്റെ ആ മരിച്ച വ്യക്തിയുടെ സ്വത്ത് മീറാസ് യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗക സനതൈനി ഫലഹുന്ന സുലുസാ മാ തറക്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നിസായിൽ തുടക്കത്തിൽ തന്നെ വറാസത്തിന്റെ മീറാസുമായി ബന്ധപ്പെട്ട നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്ര പ്രാവശ്യം ഈ ആയത്ത് സഞ്ചരിച്ചവരാണ്, ഓതിയവരാണ്, മനസ്സിലാക്കിയവരാണ്. മരിച്ചിട്ട് തന്റെ പിതാവിന്റെ അനന്തര സ്വത്ത് വീതം വെക്കുന്നതിന്റെ പേരിൽ എത്ര സഹോദരങ്ങൾ ഇന്നും വിഘടിച്ചു കഴിയുന്നു, മിണ്ടാതെ കഴിയുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും ദൗർബല്യമുള്ളവരെ ഒതുക്കി എന്തെങ്കിലും കൊടുത്ത് പരിമിതപ്പെടുത്തുന്ന അവസ്ഥ. അല്ലാഹു റബ്ബുൽ നമ്മൾ ഖുർആനുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പെരുമാറ്റ രീതി നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിൽ വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, അവിടെ മുതൽ ആ സൂറത്തിന്റെ അവസാനം വരെയും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.